2023 രാഷ്ട്രീയവും ഭരണപരവുമായ സംഭവ വികാസങ്ങൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ വിശകലനം ചെയ്തു. രണ്ടാമത്തെ എപ്പിസോഡിൽ ഇതര വിഷയങ്ങൾ എങ്ങനെയൊക്കെ കേരളത്തെ പിടിച്ചു കുലുക്കി എന്നാണ് അന്വേഷിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ക്രൈം വാർത്തകൾ വന്ന അല്ലെങ്കിൽ അത് ദിവസങ്ങളോളം ചർച്ച ചെയ്ത ഒരു വർഷം കൂടിയാണ് കടന്നു പോകുന്നത്. അതിൽ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം ഉണ്ടായിട്ടുള്ള എലത്തൂരിലെ ട്രെയിൻ തീവെപ്പാണ്. നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവം നടന്നു. അതിൻ്റെ പ്രതി ഷാരൂഖ് സൈഫി പിന്നീട് മഹാരാഷ്ട്രയിൽ നിന്ന് പിടിയിലാവുകയും ചെയ്തു. ഇപ്പോൾ കേസ് അതിൻ്റെ വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില ക്രൈമുകൾ നടന്ന വർഷം കൂടിയാണ്. അത് അഭിലാഷ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മനുഷ്യൻ്റെ മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റത്തിൻ്റെ കൂടി ഒരു പ്രതിഫലനമാകണം ഈ ക്രൈം രീതികളിൽ വരുന്ന മാറ്റം. ഇപ്പോൾ ഈ ഷാരൂഖ് സൈഫി ഒരു ട്രെയിനിനകത്ത് കടന്നു കയറുന്നു, അത് മറ്റേ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിക്കുന്നു, അവിടെ ആളുകൾ മരണപ്പെടുന്നു, എടുത്തു ചാടിയ ആളുകൾ മരണപ്പെടുന്നു. ഇത് ഇങ്ങനെ ഒരു കാര്യം. പിന്നെ ഇവിടെ കളമശ്ശേരിയിൽ ഒരു മനുഷ്യന് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചിന്തയിൽ നിന്ന് അവിടെ ബോംബ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. ഈ രീതിയിലുള്ള പുതിയ ക്രൈം രീതികൾ ആളുകളുടെ മനസ്സിൽ നിന്ന് അവർ ഒരു പുതിയ ക്രിമിനൽ സ്വഭാവം ആളുകൾക്കുണ്ടാകുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ ട്രെയിൻ തീവെപ്പ്. അതൊരു വലിയ ദുരന്തമായി മാറാവുന്നതായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു വലിയ ദുരന്തമായി മാറിയില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശ്വാസം. തീർച്ചയായും ഇതൊക്കെ നമ്മൾ ലോൺ വോൾഫ് അറ്റാക്ക് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ഒരു മനുഷ്യന് തോന്നുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ നിന്നുണ്ടായ കാര്യമാണ്. ഇപ്പോൾ ഷാരൂഖ് സൈഫി അല്ലാതെ അതിൻ്റെ വേറെ ആസൂത്രണമോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഈ കേസിൽ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അവിടെ പ്രതിയെ പിടിക്കാൻ കഴിയുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഇതുപോലെ ആളുകളെ തീ കൊളുത്താൻ അല്ലെങ്കിൽ ആളുകളെ നിഷ്കളങ്കരായ ഒന്നും അറിയാത്ത മനുഷ്യരെ കൊന്നു കളയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു ദുരന്തം കേരളം കണ്ടു. രണ്ടാമത്തേത് ഇപ്പോൾ ഡൊമിനിക് മാർട്ടിൻ എന്ന ഒരാളുടെ ഫ്രസ്ട്രേഷൻ, യഹോവ സാക്ഷി എന്ന വിശ്വാസ സമൂഹത്തോടുള്ള ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ ബോംബ് പൊട്ടിക്കുകയാണ്. അവിടെ ആളുകൾ മരിക്കുകയാണ്. ആ സമയത്ത് വലിയ വിദ്വേഷ പ്രചരണം കൂടി കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അതെ, അത് ഈ യഹോവ സാക്ഷികളെ ലക്ഷ്യം വെച്ച് മറ്റ് തീവ്രവാദ സ്വഭാവമുള്ള ആരോ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ ഉള്ള വാർത്തകൾ വരികയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്മിയർ ക്യാമ്പയിൻസ് നടക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതെന്തായാലും പെട്ടെന്ന് തന്നെ അതൊന്നും അങ്ങനെയൊന്നും അല്ല എന്ന് ഉള്ളത് തെളിയിക്കപ്പെട്ടു. കേരളത്തിന് അക്കാര്യത്തിലൊക്കെ വളരെ രീതിയിൽ ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ നാട് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന നാടാണ് എന്നുള്ള കാര്യം. പക്ഷേ എന്നാലും സ്ട്രേ ഇൻസിഡൻസ് ഉണ്ടാകുന്നുണ്ട്. അത് ഈ രീതിയിൽ ഒരുപക്ഷെ അസാധാരണമായ രീതിയിൽ മനുഷ്യന്മാർ ചിന്തിക്കുകയും അവർ പ്രവർത്തിക്കുകയും അവരുടെ ക്രിമിനൽ ബുദ്ധി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഡൊമിനിക് മാർട്ടിൻ അതുപോലെ തന്നെ ഷാരൂഖ് സൈഫി, രണ്ട് ക്രിമിനലുകൾ, നിരപരാധികളും നിഷ്കളങ്കരുമായ മനുഷ്യരെ കൊലപ്പെടുത്തിയത് കണ്ട ഒരു വർഷം 2023 കടന്നു. അങ്ങനെയൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കേരളത്തെ വല്ലാതെ പിടിച്ചുലച്ച ഒരു സംഭവമാണ് ആലുവയിൽ അന്യസംസ്ഥാനക്കാരിയായ ഒരു കുരുന്ന് നേരിട്ട അതിക്രൂരമായ പീഡനവും അതിനെ തുടർന്നുണ്ടായ കൊലപാതകവും. എനിക്ക് തോന്നുന്നു വല്ലാതെ കേരളം വേദനിച്ചു പോയ ദിവസങ്ങളായിരുന്നു അത് ഒരു സംഭവം. പക്ഷേ അതുപോലുള്ള പല സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ അഭിലാഷ്? നമ്മൾ ചിലത് പുറത്തു വരാതെ പോകുന്നു. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നത് അതും ഈ പറയുന്നത് പോലെ പല തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകുന്നു. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ട ഏറ്റവും വലിയൊരു പക്ഷേ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ആളുകളെ ഞെട്ടിച്ച ഒരു കാര്യമാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം. കൊല്ലത്ത് തട്ടിക്കൊണ്ടുപോകുന്നു, പണം ആവശ്യപ്പെടുന്നു, എന്നിട്ടൊരു കുടുംബമാണ് ഇതിന്റെ പിന്നിൽ ചെയ്തതെന്ന് വരുന്നു. ഇങ്ങനെ ഉള്ള പല സംഭവങ്ങൾ കണ്ട ഒരു വർഷം കൂടിയായിരുന്നു 2020. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഈ നമ്മൾ ആലുവ കേസിനെ കുറിച്ച് പറയുമ്പോൾ അഷ്ഫാഖ് കാലത്തിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തക്കവണ്ണം വളരെ സ്പീഡി ആയിട്ടുള്ള ട്രയലും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നു എന്നുള്ളത് ആശ്വസിക്കാവുന്ന ഒരു സമയത്ത് തന്നെ വണ്ടിപ്പെരിയാറിൽ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് നരകയാതന അനുഭവിച്ചും മരണപ്പെട്ട സംഭവത്തിലെ പ്രതി വെറുതെ സാഹചര്യം വരുന്നു. ഇയാളാണ് പ്രതി എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാതെ പോകുന്നു. അക്കാര്യത്തിൽ എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കട്ടെ. എങ്ങനെയാണോ വാളയാറിൽ ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതി ചേർത്ത ആളുകൾ കോടതിയുടെ മുമ്പിൽ ഊരിപ്പോയത്, അതുപോലെ തന്നെ വാളയാറിൻ്റെ പാഠം നമ്മുടെ മുമ്പിലുണ്ട്. വാളയാറിൽ പിന്നീട് വീണ്ടും അന്വേഷണം തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കാൻ നടപ്പാക്കുകയൊക്കെ ചെയ്താണ്. ഇതുപോലെ ഇത്ര നിഷ്ഠൂരമായ നികൃഷ്ടമായ ഒരു കുറ്റകൃത്യം നടന്നിട്ടും അതിലെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു കാര്യം കൂടിയാണ്. ഉറപ്പായിട്ടും ഇപ്പോൾ അത് നമ്മുടെ പ്രോസിക്യൂഷന്റെ കാര്യത്തിലാണ് അല്ലെങ്കിൽ പോലീസിന്റെ കാര്യത്തിൽ പോലീസ് ഇത് കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് അതിന് തെളിവുകൾ ശേഖരിച്ച് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുന്ന രീതിയിൽ ആ കേസ് അവതരിപ്പിച്ച് അന്വേഷിച്ച് അത് കണ്ടെത്തി അത് പ്രോസിക്യൂഷൻ ബാധിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ആലുവയിൽ ഇത്ര സ്പീഡി ആയിട്ട് ആ ഒരു കാര്യത്തിൽ കാര്യം നടന്നു. പക്ഷേ
നമ്മുടെ വണ്ടിപ്പെരിയാറിൻ്റെ കേസിൽ അത് നടന്നില്ല എന്ന് പറയുന്നത് ദുഃഖകരമായ കാര്യമാണ്. എന്തായാലും അപ്പീലിന് പോകുന്നുണ്ട്. അതിനകത്തൂടെ അവർക്ക് നീതി കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തുടർന്ന അതല്ലെങ്കിൽ മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വർഷമാണ് 2023. അതുപോലെ നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു കൊലപാതകമായിരുന്നു കൊട്ടാരക്കരയിൽ ആശുപത്രിക്കകത്ത് ഡോക്ടർ വന്ദന ദാസ് എന്ന ഡോക്ടറുടെ PG ഡോക്ടറുടെ ഹൗസ് സർജൻ്റെ ദാരുണമായ മരണം. വൈദ്യപരിശോധനയ്ക്കിടെ പ്രതി ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തുക എന്നുള്ളത് മുമ്പ് ഉണ്ടാകാത്തൊരു സംഭവമാണ്. അതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. അതും ഈ പറയുന്നത് പോലെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഈ പ്രതി ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് മുൻ വൈരാഗ്യമല്ല, ഒന്നുമല്ല. അവിടെ വന്ന് ഈ രോഗി ഇയാളെ പോലീസ് പിടിച്ചുകൊണ്ട് വരുന്നു. പോലീസ് പിടിച്ചുകൊണ്ട് വന്ന് ഒരു ഡോക്ടറുടേതായിട്ടുള്ള ദൗത്യം അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് അതിദാരുണമായി വന്ദനദാസ് കൊല്ലപ്പെട്ടത്. അതും മലയാളിയെ വല്ലാണ്ട് പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു. തീർച്ചയായിട്ടും ആ കേസിലും എന്തായാലും പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. വകുപ്പ് തല നടപടികൾ എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ശരിക്കും കേരളത്തെ ഒരു 2 ദിവസം ഉൾമുനയിൽ നിർത്തി. വലിയ തോതിൽ മാധ്യമങ്ങൾ വിമർശന വിധേയമായ ഒരു സമയം കൂടിയായിരുന്നു. അതായത് നിങ്ങളിങ്ങനെ മുഴുവൻ സമയവും ആ സംഘം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, പോലീസ് ഇതാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രതികൾ രക്ഷപ്പെടില്ലേ, മാധ്യമങ്ങൾ വലിയ തോതിൽ സെൻസേഷണലിസത്തിന് പുറകെ പോകുന്നു, മാധ്യമങ്ങൾ ഈ കേസിനെ നശിപ്പിക്കുമെന്നൊക്കെയുള്ള വലിയ ചീത്തവിളി മാധ്യമങ്ങൾ കേട്ട ഒരു സംഭവം കൂടിയായിരുന്നു ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. പക്ഷെ ആ പറഞ്ഞവരോട് തന്നെ സമൂഹം, അവരുടെ മാതാപിതാക്കൾ, മുഖ്യമന്ത്രി, പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം മാറ്റി പറഞ്ഞല്ലോ. ഒരു അവസാനം മാധ്യമങ്ങൾ ഇതിനകത്ത് വഹിച്ച ഒരു പങ്ക്, ഈ മാധ്യമങ്ങളുടെ നിരന്തരമായ ഒരു ജാഗ്രത, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് മാത്രമല്ല. എനിക്ക് അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ കുഞ്ഞിൻ്റെ ബ്രദർ, ആ കുട്ടിയുടെ ആ വീഡിയോ പുറത്തു വന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ ആ കേസിനുണ്ടാക്കിയത്. അതും പിന്നെ ഫോൺ വരുന്നതും പിന്നെ നാട്ടുകാർ ഏറ്റെടുക്കുന്നു, മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. രാത്രി ഉറക്കമൊഴിഞ്ഞ് നമ്മളൊക്കെ അതിന്റെ പുറകെ നിന്നുകൊണ്ടാണ് മറ്റവരുടെ മുകളിൽ ഒരു വലിയ പ്രഷർ ഉണ്ടായി. എങ്ങനെയും കുട്ടിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ പ്രഷർ അവരുടെ മുകളിൽ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം മാധ്യമങ്ങളുടെ ഈ ജാഗ്രതയാണ്. ഒരു കുടുംബം, അതും മകളും അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്ന കുടുംബം തന്നെ ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് മാസ്റ്റർ മൈൻഡായി എന്നുള്ളത് വേറൊരു അക്കാര്യത്തിലെ കൗതുകകരമായ എലിമെന്റും. നമ്മളിപ്പം ക്രൈമുകളെക്കുറിച്ച്, കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. 2023 പതിവ് തെറ്റിച്ചില്ല. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ദുരന്തം താനൂരിലുണ്ടായ ദാരുണമായ ബോട്ട് അപകടമായിരുന്നു, അല്ലേ? ഈ ബോട്ടപകടം അങ്ങനെ പല അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഇനിയും പാഠം പഠിക്കുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അതായത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള നിബന്ധനകൾ ഇതൊക്കെ പാലിക്കുന്ന കാര്യത്തിൽ നമ്മളുടെ സമൂഹം, നമ്മൾ പല കാര്യങ്ങളും പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നു. കേരളം ഒരു മോഡൽ സ്റ്റേറ്റാണ് എന്നെല്ലാം പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മളൊരു വലിയ അപരിഷ്കൃത സമൂഹമായിട്ട്, അല്ലെങ്കിൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിൻ്റെ കാര്യത്തിൽ അതിനകത്തുള്ള നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം പിന്നെയും പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താനൂരിൽ കണ്ടത്. ലൈസൻസ് ഇല്ല, അല്ലെങ്കിൽ ആ സമയത്ത് ഓടിക്കാൻ പാടില്ല, ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ആ ബോട്ട് അവിടെ ഓടിക്കുകയും അത്രയും പേരുടെ മരണത്തിനിടയാക്കും. ഞാനിപ്പോൾ മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയിൽ ആലോചിക്കുന്നത്, ആവർത്തിക്കപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആവർത്തന സ്വഭാവമുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ തട്ടേക്കാട് ദുരന്തം ഉണ്ടായ സമയത്ത് ചർച്ച ചെയ്തിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. അത് പൊടി തട്ടിയെടുത്തിട്ട് താനൂര് സംഭവം ഉണ്ടായപ്പോൾ അത് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പറഞ്ഞ ഇപ്പോൾ സുരക്ഷാ ജാക്കറ്റുകളുടെ കാര്യത്തിൽ ഒന്ന് ഉപയോഗിക്കാൻ പാടില്ലാത്ത, ഒരു തരത്തിലും നീറ്റിലിറക്കാൻ പാടില്ലാത്ത ഒരു ബോട്ടായിരുന്നു അത്. അതിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നില്ല. അതിൽ തന്നെ കൂടുതൽ ആളുകൾ കയറി ശരിക്കും നമ്മൾ ദുരന്തത്തെ ഇങ്ങനെ എന്താ പറയുക ആനയിച്ചു കൊണ്ടുവരികയാണ്. അത് ഇപ്പോൾ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അത് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്നുള്ളത്. ഇതൊക്കെ ഇതിനൊക്കെയുള്ള സിസ്റ്റം അല്ലെങ്കിൽ നോക്കേണ്ട അധികാരികളുടെ കൺമുന്നിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധമാണ് അല്ലെങ്കിൽ ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെയാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്. അടുത്തതും അതുപോലെ ദാരുണമായ ഒരു സംഭവം കുസാറ്റ് ക്യാമ്പസിനകത്ത് അവിടെ ഒരു സംഗീത പരിപാടി, ടെക്ഫെസ്റ്റിനിടക്ക് നടന്ന സംഗീത പരിപാടിക്ക് തൊട്ട് മുമ്പ് നടന്ന ഒരു വലിയ ദുരന്തം. നമ്മളൊരു കോളേജ് ക്യാമ്പസിനകത്ത് ഇപ്പോൾ വാഹനം പിടിച്ചൊക്കെ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്ത് ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി ആളുകൾ മരിക്കുക എന്നുള്ളത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അതും നടന്നു. അത് പക്ഷേ ഈ അന്നേരം ഉണ്ടായ ഒരു തള്ളിക്കയറ്റത്തിനിടയിലാണ് ഇത് സംഭവിച്ചത്. പക്ഷേ ഇതിന് വേണ്ടത്ര അനുമതി വാങ്ങിച്ചിരുന്നോ, മുൻകൂർ അനുമതി ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്ന് തർക്കമൊക്കെ നടന്നു. അതും ഈ പറയുന്ന ഈ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, അതായത് കോളേജിൽ പഠിക്കാൻ വന്നതും
അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാളും മരിച്ചിരുന്നു. എന്തായാലും അതും ഇത്തരം കാര്യങ്ങളിലെ ക്രൗഡ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാമ്പീഡ് ഉണ്ടാകുന്നത് നിയന്ത്രിക്കുന്നതിനൊക്കെ എന്ത് തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് നമുക്കുണ്ടാകണം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതല്ല. ഇതൊക്കെ എന്തൊക്കെ തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു സൂചനയാണ് ഈ ദുരന്തം നൽകുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു ഐ ഓപ്പണർ ആണെന്ന്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിപാടികൾ, ഇപ്പോൾ രാഷ്ട്രീയ പരിപാടികൾ, ഉത്സവങ്ങളാവട്ടെ, വെടിക്കെട്ട്, ക്ഷേത്രോത്സവങ്ങൾ, ഗാനമേളകൾ, ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. എവിടെയും ഈ പറഞ്ഞ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഗതിയിൽ വലിയ VIP കളൊക്കെ പങ്കെടുക്കുന്ന ഇടങ്ങളിൽ ഈ പറഞ്ഞ വേലി കെട്ടിയ ആളുകൾ അല്ലെങ്കിൽ ബാരിക്കേഡ് വെച്ച ആളുകളെ ഇപ്പുറത്ത് നിർത്താറുണ്ട് എന്നുള്ളതിനപ്പുറത്തുള്ള ഈ ഒരു തരത്തിലുള്ള ക്രൗഡ് മാനേജ്മെന്റും നടക്കാറില്ല. ഈ വെന്യൂവിൽ എത്ര ആൾ കൊള്ളും, അത്ര ആളുകളെ ഇതിനകത്ത് പ്രവേശിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു അപകടം ക്യാരിങ് കപ്പാസിറ്റി നോക്കുക, ഇനി ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഒരു സേഫ് എക്സിറ്റ്, എന്താണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് തോന്നുന്നു ഒരു പരിപാടി നടത്തുന്ന ആളും ബോധേഡായിട്ടില്ല. ആ അർത്ഥത്തിൽ കുസാറ്റിലെ സംഭവം ഒരു കണ്ണു തുറപ്പിക്കലായാൽ അത്രയും നല്ലത്. ശരിക്കും അതായത് ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്, ഇതുപോലെ എന്തൊക്കെ നമ്മൾ ആൾ കൂടുന്നിടത്ത് അല്ലെങ്കിൽ തീ, വെള്ളം, ബോട്ട് ഓടിക്കുന്നത്, ഇത്രയും ജലാശയങ്ങളുള്ള നാടാണ്, ഇതിനകത്തൊക്കെ നമ്മൾ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനെ തുടർന്ന് ഞങ്ങൾ മാനദണ്ഡം ഇറക്കുമെന്ന് മന്ത്രി പറയുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതൊക്കെ കേട്ട് നമ്മൾ മടുത്തു. തീർച്ചയായിട്ടും പ്രവചിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രവചനീയമായ ദുരന്തങ്ങളാണ് ദൗർഭാഗ്യവശാൽ 2023 കേരളത്തിലുണ്ടായത്. 2023 കുറിച്ച് ആലോചിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ വളരെ കാലം ചർച്ചയായി നിന്ന, ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷമാണ്. അതിന് പല മാനങ്ങളുണ്ട്. അത് ഓരോ വർഷം കഴിയുന്തോറും എനിക്ക് തോന്നുന്നു മനുഷ്യ വന്യമൃഗ ഈ സംഘർഷം കൂടിക്കൂടി വരികയാണ്. കേരളത്തിൽ ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ കിഴക്കൻ മേഖലയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പലയിടത്തും പന്നി, എന്നുവെച്ചാൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ കൃഷിയുടെ വിളവെടുക്കാൻ കർഷകന് പൂർണ്ണമായിട്ടും കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ചില കർഷകരൊക്കെ പറയുന്നത് ഞങ്ങളിത് അല്ലെങ്കിൽ കൃഷി ചെയ്തു, പക്ഷേ അത് പന്നി കുത്തിപ്പോയി, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടുവ ഇറങ്ങുന്നു, പുലി വരുന്നു, ആന, ഇതിങ്ങനെ നിരന്തരമായി കേൾക്കുന്ന ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നേരത്തെയും ഉണ്ട്, പക്ഷെ അത് ചില മേഖലകളിൽ മാത്രം ഒതുങ്ങി നിന്നു. പക്ഷേ ഇതിപ്പോൾ കേരളത്തിന് കിഴക്കൻ മേഖല ഏതാണ്ട് മൊത്തം അത്തരത്തിലൊരു പ്രശ്നത്തിലാണ്. തീർച്ചയായിട്ടും അതിന് പല കാരണങ്ങളുണ്ടാവാം. ഈ പറഞ്ഞ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുന്നതും നമ്മുടെ കാടിൻ്റെ ക്യാരിങ് കപ്പാസിറ്റിക്ക് അപ്പുറത്ത് വർദ്ധിക്കുന്നതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് അതേക്കുറിച്ചൊന്നും വളരെ ആധികാരികമായ ഡേറ്റ നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോഴും നമ്മൾ കാണേണ്ടത് കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ, വയനാട് ജില്ലയിലൊക്കെ ഈ പറഞ്ഞ അനിമൽ അറ്റാക്ക് കൊണ്ട് മരണങ്ങളുണ്ടായ വർഷം, മനുഷ്യനെ കടുവയും പുലിയും ഒക്കെ കടിച്ചു കൊല്ലുന്ന ദാരുണമായ സംഭവം വയനാട്ടിൽ നിന്ന് 2 തവണ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഹൃദയഭേദകമായ സങ്കടകരമായ കാര്യമുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെയുള്ള മനുഷ്യരെ സംബന്ധിച്ച്, അവനെ സംബന്ധിച്ചത് അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. വളരെ സേഫ് സോണിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് കുറച്ച് വിഷ്വലിൻ്റെ കാര്യമാണെങ്കിൽ, ഈ പറഞ്ഞ മേഖലകളിൽ അധിവസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഉപജീവനം, അവരുടെ ജീവനം, ഇത് രണ്ടും പ്രധാനമാണ്. അവർ ഈ വന്യമൃഗങ്ങളോട് പോരാടിയേ അവരുടെ ജീവിതം സാധ്യമാകൂ എന്ന നിലയിൽ എത്തിയിരിക്കുന്നു എന്ന ഗൗരവപൂർണ്ണമായ പ്രശ്നവുമുണ്ട്. ഇതിപ്പം അത് ഈ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പോലും വരുന്നുണ്ട് അഭിലാഷ്. ഇപ്പം തിരുവനന്തപുരത്ത് മലയൻകീഴിനപ്പുറത്ത് ഒരു കരടി വന്ന് കിണറ്റിൽ വീണില്ലേ, കിണറ്റിൽ വീണു, ഏറ്റവും അവസാനം അവർ ഫോറസ്റ്റുകാർ വെടിവെച്ച് മയക്കുവെടി വെച്ചു, അത് അതിനകത്ത് കിടന്ന് ചത്തു എന്ന് ഞാൻ പറയുന്ന പ്രശ്നം. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പോലും വന്യമൃഗങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ വന്ന വന്യമൃഗങ്ങളിൽ ഏറ്റവും വലിയ സ്റ്റാറായി മാറിയത് അരിക്കൊമ്പനായിരുന്നു. അപ്പോൾ അരിക്കൊമ്പനെ സംബന്ധിച്ചിപ്പോൾ ഈ 2023 തുടങ്ങുന്ന മാസങ്ങളിൽ, ഫെബ്രുവരിയിലൊക്കെ അരിക്കൊമ്പനെ സംബന്ധിച്ച ചാനൽ ചർച്ചകളിൽ ഇടുക്കിക്കാരുടെ, പ്രത്യേകിച്ച് ആ മേഖലയിലുള്ള ആളുകളുടെ രോഷം, ഈ ആനയെ കൊണ്ട് നമുക്ക് പൊറുതി മുട്ടിയിരിക്കുന്നു, ഈ ആന വലിയ പൊല്ലാപ്പാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള നിലയിലുള്ള മനുഷ്യന്റെ രോദനമായിരുന്നെങ്കിൽ ഏപ്രിൽ മാസമാകുമ്പോഴേക്ക് അരിക്കൊമ്പൻ ഫാൻസിന്റെ രംഗപ്രവേശനമാണ്. ശരിക്കും പറഞ്ഞാൽ അരിക്കൊമ്പൻ എന്ന ആനയാണ് 2023 താരം. ശരിക്കും വല്ലാതെ റൊമാൻറ്റിസൈസ് ചെയ്ത് ഈ ആന എന്ന് പറയുന്നത് ഒരു പ്രതീകമാക്കുകയും സഖ്യന്റെ മകനൊക്കെ ഇട്ട് BGM ഒക്കെ ഇറക്കി വലിയ ഫാൻ ക്ലബൊക്കെ അരിക്കൊമ്പന് വേണ്ടി വരുന്നതൊക്കെ നമ്മൾ കണ്ടു. അല്ല, അവിടുത്തെ കുട്ടികൾ പോലും, ഈ പറയുന്ന സ്ഥലത്തെ കുട്ടികൾ പോലും അരിക്കൊമ്പന്റെ ചിത്രങ്ങൾ വരച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് അതിന് തൊട്ട് മുൻപ് വരെ ഇത് അരിക്കൊമ്പൻ കാരണം ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ നിവർത്തിയില്ല, എന്താ സിങ്ക് കണ്ടം, അങ്ങനെയുള്ള സിമന്റ് പാലം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലം, ആ ഒരു മേഖലയായിരുന്നു ഈ അരിക്കൊമ്പന്റെ ഒരു വിഹാര കേന്ദ്രം. അത് റേഷൻ കടയിൽ പോയി അരി എടുക്കുന്നു, ചില വീടുകളിൽ കയറുന്നു, അവിടെ ചെല്ലുന്നു, ഇവിടെ ചെല്ലുന്നു, വീട് തകർക്കുന്നു, ഇതൊക്കെയായിരുന്നു അവിടുത്തെ പ്രശ്നം. ഇതേ ആളുകൾ തന്നെയാണ് പെട്ടെന്ന് അഭിലാഷ് പറഞ്ഞതുപോലെ പെട്ടെന്ന്
അല്ലെങ്കിൽ അരിക്കൊമ്പനെ മാറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് വലിയ വികാരം. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളും പിന്നെ സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂഫോറിയ ഉണ്ടല്ലോ, ഇതിൽ ആളുകൾ ഞങ്ങളുടെ അരിക്കൊമ്പൻ ഇത്ര പാവമാണോ, എന്നാൽ ഇവൻ പോകണ്ടല്ലോ എന്നൊക്കെ പറയുന്ന നിലയിലുള്ള വികാര പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. അരിക്കൊമ്പൻ ഫാൻസ് ആഗോള വ്യാപകം ആയിട്ടുണ്ട്. ഏതായാലും അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്. ഇടയ്ക്ക് ഒന്ന് തേനി വഴിയൊക്കെ ഒന്ന് വന്ന് കറങ്ങിപ്പോയെങ്കിലും റേഡിയോ കോളറൊക്കെ ഘടിപ്പിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്. ഇപ്പം അരിക്കൊമ്പനെ കുറിച്ച് അങ്ങനെയുള്ള വാർത്ത, അരിക്കൊമ്പനും സുഖമായിട്ട് ജീവിക്കട്ടെ. പക്ഷേ വർഷത്തിന്റെ അവസാനം നമ്മൾ അരിക്കൊമ്പനെ കുറിച്ച് കേൾക്കുന്നില്ല, പടയപ്പയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. പടയപ്പ ഒരു റേഷൻ കടയിൽ കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിൽ തകർത്തത്. അവിടെ ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പടയപ്പ, ചില്ലിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, PT7 ഇതുപോലെ പിടിയിലായ ആനയാണ്. ഇങ്ങനെ ഒരുപാട് ആനകൾ, അവരുടെ പേരുകൾ, അവരും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം, ഇതൊക്കെ 2023 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഒരു വർഷത്തിന്റെ പ്രശ്നമല്ല, ഇത് അടുത്ത വർഷവും ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഉള്ള 2024 തുടരുന്ന ഒരു പ്രശ്നമാണ്. ഇതിപ്പോ ഇത്തരം ഈ വന്യമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, പ്രത്യേകിച്ചും ആനകളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം നമ്മുടെ ടെലിവിഷൻ പ്രേക്ഷകരിലും കൂടുതൽ താല്പര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രേക്ഷകർക്കും ഇത്തരം ഈ ആനകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, അതിനെ അല്ലെങ്കിൽ ആനകളെ പിടിക്കുക, അത് ദൂരെ കൊണ്ട് വിടുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ കുറച്ചുകൂടെ അവർക്കും കൂടുതൽ താല്പര്യം ഉണ്ടാക്കുന്ന ഒരു വർഷമാണ്, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാക്കിയ വർഷമാണ് ഇപ്പോൾ കടന്നുപോയത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വൈൽഡ് ലൈഫ് നമ്മുടെ TV പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയ കൗതുകമുള്ള ഒരു കാര്യമായി മാറുന്നു എന്ന് തോന്നുന്നു. ഇത്തരം വാർത്തകൾക്കൊക്കെ വലിയ സ്വീകാര്യത ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റ് മാത്രമല്ല, അല്ലാതെയും മൃഗങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കൊക്കെ വലിയ സ്വീകാര്യതയുള്ള ഒരു കാലം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ മറ്റേ ചൂളം വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന മുതലയെക്കുറിച്ച് ബിജു പങ്കജ് പോയി ചെയ്ത വാർത്തയ്ക്കൊക്കെ വലിയ രീതിയിൽ പ്രേക്ഷകരെ കിട്ടിയ ഒരു വാർത്തയാണ് അത്. അല്ലെങ്കിൽ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൗതുകം, ഗോവയിലല്ലേ റഷ്യയിൽ നിന്ന് വന്ന ഒരു കുടുംബം കാക്കകളെ വളർത്തുന്ന സ്റ്റോറി വന്നത്, അതിനൊക്കെ വലിയ രീതിയിൽ ആളുകളുടെ ഇടയിൽ കൂടുതൽ താല്പര്യം കണ്ട ഒരു വർഷമാണ്. എന്തായാലും 2023 കഴിഞ്ഞു, 2024 സമാഗതമായി. മാതൃഭൂമി ന്യൂസ് ഒരു ചാനൽ എന്നുള്ള നിലയിൽ കഴിഞ്ഞ വർഷത്തെ 2023 എങ്ങനെയാണ് കാണുന്നത്? സ്വാഭാവികമായും ധാരാളം വിമർശനങ്ങൾ വരും, അപ്രീസിയേഷൻസും വരും. വാർത്തയോടുള്ള സമീപനം മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് പുതുക്കപ്പെട്ടിട്ടുണ്ടോ, സ്വയം പുതുക്കുന്നുണ്ടോ, എങ്ങനെയാണ്? അഭിലാഷ്, അത് വാർത്തയോടുള്ള സമീപനത്തിൽ ആളുകൾക്ക് തന്നെ മാറ്റം വന്നു. ഇപ്പൊ നമ്മൾ സ്വയം പുതുക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ പുതുക്കിയാലും അത് പ്രേക്ഷകർക്ക് അത് സ്വീകാര്യമാണോ ഇല്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. പ്രേക്ഷകന്റെ അഭിരുചി വർഷാവർഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കോവിഡിന് ശേഷം ആളുകൾ കൂടുതൽ ഈ മൊബൈൽ ഉപയോഗം കൂടുന്നു, ഡിജിറ്റൽ അല്ലെങ്കിൽ ന്യൂസിലേക്ക് മാറുന്നു, സോഷ്യൽ മീഡിയയിലേക്ക് കൂടുതൽ മാറുന്നു. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന കണ്ടന്റിനനുസരിച്ച് പ്രേക്ഷകന്റെ അഭിരുചിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ അഭിരുചിക്ക് വന്ന മാറ്റം അനുസരിച്ച് നമ്മുടെ കണ്ടന്റിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊറോട്ടയെക്കുറിച്ചുള്ള സ്റ്റോറി കൊടുക്കുക, അല്ലെങ്കിൽ മീശ വളർത്തുന്നതിനെ കുറിച്ചുള്ള സ്റ്റോറികൾ കൊടുക്കുക, അങ്ങനെയുള്ള ക്യാമ്പയിൻസ്. പിന്നെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം, ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, കേരളീയം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ് എന്ന് MV ഗോവിന്ദൻ പറയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ആളുകൾ ഹാപ്പി ആണോ എന്ന് നമ്മൾ അന്വേഷിച്ചത് ഇങ്ങനെ ജനങ്ങളുടെ പ്രശ്നം, അവർക്കറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ രീതികൾ മാറിയിട്ടുണ്ട്. അല്ല, അങ്ങനെ മാറുമ്പോൾ ഇപ്പോൾ ധാരാളം വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് വരും. ഇപ്പോൾ എനിക്കൊക്കെ തന്നെ ധാരാളം വിമർശനങ്ങൾ കിട്ടാറുണ്ട്. അതിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് വാർത്തയെ ട്രിവിയലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഗൗരവമുള്ള വാർത്തകൾ മാറ്റിവെച്ച് ട്രിവിയലായ, അതല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുക. അതിപ്പോൾ മീശ, ചായ, പൊറോട്ട, മീൻ, ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ വാർത്തകൾ. അങ്ങനെ ഒരർത്ഥത്തിൽ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണോ നിങ്ങളുടെ പണിയെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അല്ല, ഇതിനകത്ത് നമ്മൾ ഗൗരവത്തിൽ കൊടുക്കാനുള്ള വാർത്ത മാറ്റി വെച്ചിട്ടല്ല നമ്മളിത് കൊടുക്കുന്നത്. ഇപ്പോൾ സ്വവർഗ അനുരാഗികൾ അല്ലെങ്കിൽ അങ്ങനെ പങ്കാളികളായിട്ടുള്ളവർ വിവാഹിതരാകാൻ താല്പര്യപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വരുമ്പോഴത്തേക്ക് നമ്മൾ അത് മാറ്റി വെക്കുന്നില്ല. അപ്പോൾ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരറിയേണ്ട വാർത്തകൾ കൊടുത്തുകൊണ്ട് തന്നെ അതിനോടൊപ്പം ഞാൻ പറയുന്നത്, ഇതൊക്കെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കിട്ടി കഴിഞ്ഞാൽ ആളുകൾ ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആളുകളെ എൻഗേജ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കണ്ടന്റിന്റെ സ്വഭാവത്തിൽ മാറ്റം. ഈ അരിക്കൊമ്പന്റെ ഒക്കെ സമയത്ത് നിങ്ങളുടെ ചാനൽ അനിമൽ പ്ലാനറ്റ് ആയോ, നിങ്ങൾ പേര് ആനഭൂമി എന്ന് മാറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് സീസണിലാണ് അഭിലാഷ്. ഇപ്പോൾ അരിക്കൊമ്പന്റെ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ മോർണിംഗ് ഷോ ഒക്കെ കുറെ കൂടെ വളരെ വൈബ്രന്റ് ആവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിനകത്തൊക്കെ ആളുകൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. അത് പ്രേക്ഷകരുണ്ട് അതിന്. അപ്പോൾ നമ്മൾ പ്രേക്ഷകർ ഉള്ളതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാത്രമാണോ? അല്ല, നമ്മൾ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നവകേരള സദസ്സിൽ വന്ന പരാതികൾ പരിഹരിക്കപ്പെട്ടോ എന്ന് പറയുന്ന പ്രശ്നം, അത് ജനങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിപ്പോയവരുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ള പ്രശ്നം,
അല്ലെങ്കിൽ അവർ ഇപ്പോൾ കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന കൂലി അനുസരിച്ച് ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പറയുന്ന പ്രശ്നം, റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളായ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു, അതല്ലെങ്കിൽ മറ്റു തരത്തിൽ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾ എങ്ങനെ ജീവിക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നു. അല്ല, അതുപോലെ തന്നെയുള്ള ഒരു കാര്യം വിമർശനാത്മകമായി ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. നിശ്ചയമായും മാധ്യമങ്ങൾക്ക് ഒരു പ്രതിപക്ഷ റോളുണ്ട്, സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുക ഏത് ഭരണകൂടമാണെങ്കിലും എന്നുള്ള റോൾ മാധ്യമങ്ങൾക്കുണ്ട്. അതിനപ്പുറത്ത് സ്ഥാപിത താല്പര്യത്തോടുകൂടി സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് കേരളത്തിലെ മീഡിയ എന്ന് പറയുന്നതിൽ വസ്തുതയുണ്ടോ? അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ല, അത് മുഖ്യമന്ത്രി ഇപ്പം പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഗൂഢാലോചന നടത്താൻ കഴിവുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്താൻ പറ്റുന്നവരാണ് നിങ്ങൾ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി ഇപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങളല്ലേ കരിങ്കൊടിക്കാരെ ഏർപ്പാടാക്കിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അത് അത്തരത്തിലുള്ള നറേറ്റീവ് അവരുണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കാനൊക്കെ അവർക്ക് നല്ല സംവിധാനമുണ്ട്. ഇപ്പോൾ അഭിലാഷ് ഇപ്പോൾ പറഞ്ഞപ്പം മാധ്യമങ്ങളുടെ പ്രതിപക്ഷ ധർമ്മം, ഞാൻ ഈ പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്നതിനകത്തും നമ്മുടെ മാധ്യമപ്രവർത്തകരിൽ തന്നെ ചിലർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഈ പ്രതിപക്ഷ ധർമ്മം എന്ന് പറഞ്ഞിട്ട് അവർ പ്രതിപക്ഷമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് പ്രശ്നം. ഇത് പ്രതിപക്ഷമായിട്ട് നിന്ന് പ്രവർത്തിക്കേണ്ട ജോലിയല്ല ഇത്. ഇത് നിങ്ങൾക്ക് വസ്തുനിഷ്ഠമായിട്ട് ഇതിനെ ഒന്ന് ഓഡിറ്റ് ചെയ്താൽ മതി. സർക്കാർ എന്ന് പറയുന്ന സംവിധാനം, സർക്കാർ ഒരു കാര്യം പറയുന്നു, അങ്ങനെ കാര്യം പറഞ്ഞ് അത് ശരിക്കും അങ്ങനെ നടക്കുന്നുണ്ടോ, അവർ പറഞ്ഞത് ശരിയാണോ, മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു അത് അങ്ങനെയാണോ എന്ന് നമ്മളൊരു പരിശോധന നടത്തിയാൽ മതി. അല്ലാതെ മുഖ്യമന്ത്രി പറയുന്നതിനെ എല്ലാം എതിർക്കുക, അല്ലെങ്കിൽ സർക്കാർ എന്ത് കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിനെ എല്ലാം കുറ്റം പറയുക എന്നുള്ളത് നമ്മളുടെ ജോലിയല്ല. അങ്ങനെയുള്ള ജോലി പ്രതിപക്ഷം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ. ആ ഒരു പണി മാധ്യമപ്രവർത്തകർ എന്തായാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പിന്നെയുള്ള കഴിഞ്ഞ 2023 വന്ന വിമർശനം, നിങ്ങൾ ടിക്കറിൽ ഒക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ എഴുതി കാണിക്കുന്നു. അതിൽ പൈങ്കിളിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്ലച്ചൂരി എന്ന് യെച്ചൂരിയെ പരിഹസിക്കുന്നു, അതല്ലെങ്കിൽ ചില ആളുകളുടെ പരാജയം വലിയ തോതിൽ ആഘോഷിക്കുന്നു. വിദ്യയുടെ കേസ് വന്ന സമയത്ത് അവരെ അപമാനിക്കുന്ന വിധത്തിൽ എഴുതി കാണിച്ചു. ഏറ്റവും ഒടുവിൽ ഗവർണർ മിഠായി തെരുവിൽ പോയപ്പോൾ ഖൽബ് കീഴടക്കി ഗവർണർ എന്ന് എഴുതി കാണിച്ചു. ഇങ്ങനെ ഇപ്പോൾ ടിക്കറിൽ എഴുതി കാണിക്കുന്ന കാര്യങ്ങളെ ചൊല്ലി ഒരുപാട് ആൾക്കാർ എന്നെയൊക്കെ വിളിച്ച് ചീത്ത വിളിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ സംഭവം? എനിക്കും കിട്ടാറുണ്ട് ഇഷ്ടം പോലെ മെസ്സേജ്. ഇപ്പം ഈ ഗവർണറുടെ കാര്യത്തിൽ ഇഷ്ടം പോലെ മെസ്സേജുകൾ കിട്ടി. ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഒരുമിച്ച് ആക്കിയിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ പലരുടെ ഭാഗത്തുനിന്ന് കിട്ടി, അറിഞ്ഞുകൂടാത്തവരുടെ അടുത്ത് നിന്ന് കിട്ടി, അറിയാവുന്നവരുടെ അടുത്ത് നിന്ന് കിട്ടി, എല്ലാം കിട്ടി. ഇപ്പോൾ അത് ആ ഒരു സമയത്ത് ഗവർണർ ഒരു ഓളം ഉണ്ടാക്കി ആ ഒരു കാര്യത്തിനെ നമ്മളും നമ്മുടെ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അന്ന് അഭിലാഷ് തന്നെ അന്ന് സൂപ്പർ പ്രൈം ടൈമിൽ റഹീമിനോട് പറഞ്ഞില്ലേ, ഇതിനു മുൻപ് ബാലഗോപാലിനോടുള്ള പ്രശ്നമുണ്ടായപ്പോൾ പ്രീതി പിൻവലിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഖാൻ ആരാ, രാജാവാണോ എന്ന് നമ്മൾ തന്നെയാണ് ചോദിച്ചത്. ഇതേപോലെ തന്നെ ചോദിച്ചതാണ്. പിന്നെ ക്ലച്ചൂരി എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് നമ്മൾ ആ ഒരു സമയത്ത് വന്നപ്പോൾ, ത്രിപുരയിലുണ്ടായ തോൽവിയെക്കുറിച്ച് വന്നപ്പോൾ യെച്ചൂരി ആയിട്ട് ബന്ധപ്പെടുത്തി വന്നതാണ്. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ജാഗ്രതയും ഒക്കെ പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്കെതിരെ ഒരു കേസ് വന്നല്ലോ, ഈ ഷാരൂഖ് സൈഫിയെ കൊണ്ടുവന്ന സമയത്ത്. അന്ന് രാത്രിയിൽ ആ വാഹനം പോകുമ്പോൾ ആ വാഹനത്തിൻ്റെ ബോർഡ് മറച്ച്, അതായത് ഇതിനെന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ പ്ലേറ്റ് മറച്ചിട്ടാണ് കൊടുത്തത്. അന്ന് ഇത് പോകുമ്പം എവിടെ വെച്ചാണ് നമ്മളത് കണ്ടത്, എവിടോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൊടുത്തിട്ടില്ല. അതുപോലെ പല കാര്യങ്ങളിലും നമ്മൾ അങ്ങനെയുള്ള ജാഗ്രത പുലർത്തേണ്ടതൊക്കെ, പക്ഷേ മനുഷ്യ സഹജമായ തെറ്റുകൾ അല്ലെങ്കിൽ അല്പം കടന്നു പോകുന്നതൊക്കെ സംഭവിക്കുന്നു. അത് 2023 സംഭവിച്ചു. 2024 അത് ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമ്മുടെ ഭാഗത്തുനിന്ന്. തീർച്ചയായിട്ടും. എന്തായാലും 2024 മികച്ച ഒരു വാർത്താ വർഷമാകട്ടെ. ഇലക്ഷൻ വർഷമാണ്. പ്രേക്ഷകരെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. അഭിലാഷ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലുള്ള പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും തെറ്റൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. സ്വാഭാവികമായി മനുഷ്യനാണ്. തെറ്റുകൾ പറ്റാം, പക്ഷെ തെറ്റുകൾ കുറയ്ക്കുക, തെറ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഉള്ള മാധ്യമ പ്രവർത്തനമായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക. തീർച്ചയായിട്ടും. നന്ദി.